A square plus 2ab plus b square. Oh, വന്നു ബ്ലഡി ഉഴപ്പൻ. 10 ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് പഠിച്ചിട്ടിരിക്കാൻ പോകാൻ. അയ്യോ മജാ വന്ന എന്താണ് ഇത്ര ലേറ്റായ? 10 ദിവസത്തെ ലീവ് കഴിഞ്ഞ് വന്നേലടാ. അതിൻ്റെ കുറച്ച് ക്ഷീണം കാരണം ലേറ്റായിട്ടായിരുന്നു കേട്ടോ. അതൊന്നും താമസിച്ച ഭയങ്കര മടുപ്പ്. എനിക്കിന്ന് വേണമെന്നൊന്നും ഇല്ലായിരുന്നു. അറ്റൻഡൻസ് കളയല്ലോ എന്ന് പറഞ്ഞ് വന്നു. എനിക്ക് വേണമെന്നില്ലായിരുന്നു. അറ്റൻഡൻസ് കിട്ടണമെന്ന് പറഞ്ഞാണ് ഞാനും വന്നത്. ഇവനെന്താ 10 ദിവസം കഴിഞ്ഞിട്ട് പഠിക്കണതിനൊരു മടുപ്പില്ല. ഇഞ്ചാതി പഠിപ്പാണല്ലോ. അതിനവൻ ആ ബുക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ട സ്കൂൾ അടച്ചാൽ തോന്നാന്നൊക്കെ അറിയാൻ. നിന്നെപ്പോലത്തെ ചാവാലികൾക്ക് പഠിപ്പ് എന്താന്ന് പോലും അറിയത്തില്ല. പഠിക്കാതെ നിങ്ങളൊക്കെ അങ്ങോട്ട് മാറിക്കേ. ഗോ ബ്ലഡി ഫോൾസ്. ഓ രാജാവേ, ആജ്ഞ പോലെ. ഫസ്റ്റ് പീരീഡിൽ കണ്ണുമ്പുഴ തന്നെയാണല്ലോ. ആണെന്നേ സ്കൂളോന്ന് കയറിയപ്പോൾ തന്നെ മൂടേശാക്കാൻ വന്നിരിക്കുക. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻസ്. അപ്പോൾ എല്ലാവരും 10 ദിവസമൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഞാനെന്തായാലും അധികമൊന്നും പറയുന്നില്ല, നമുക്ക് പെട്ടെന്ന് ക്ലാസ് തുടങ്ങാം. എല്ലാവരും മാത്സിന് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കൊക്കെ എടുത്തോ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തോ. a plus b ഹോൾ സ്ക്വയർ ഈക്വൽസ് ടു. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് കാണണം. ഓക്കെ, ബെല്ലടിച്ചു. അപ്പോൾ താങ്ക് യു. ഭാഗ്യ കഴിഞ്ഞി. നീ മാത്സ് ബുക്ക് കണ്ട് മാറി പോകാൻ നേരത്തെടുക്കാം. എടാ അടുത്ത പീരീഡ് എന്തുവാ? അടുത്ത പീരീഡ് മലയാളം. മലയാളം പീരീഡാ? മലയാളം പീരീഡ് കുഴപ്പമില്ല. സാറേ ഉണ്ട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കിടന്ന് ഉറങ്ങിക്കോളൂ. രാവിലെ ഉറങ്ങാത്തതിന് വിഷമം ഈ പീരീഡ് ഉറങ്ങി തീർക്കാം. എൻ്റർടൈൻമെൻറ്റ്. Again, good morning childrens. ടീച്ചർ എന്താ ഇവിടെ? അത് മലയാളം സാറിന് ലീവാ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എല്ലാവരും സംസാരിക്കാൻ മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കൊക്കെ എടുത്തോ? അളിയാ മൂഞ്ചിന് പോളാ. ആവേശത്തിന് മാത്സ് ബുക്കും കണ്ടുവിടാതെ വലിച്ചത് ഞാൻ ഇവിടെ മുട്ടേ. അപ്പോൾ അതിൻ്റെ നേരെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണം. ബെല്ലടിച്ച്. അപ്പോൾ എല്ലാവരും ഇൻ്റർവെല്ലിന് പോയിക്കോ. ഓക്കെ, താങ്ക് യു. എന്താ ബാ മാത്സ് പീരീഡ് കഴിഞ്ഞ് ഇൻ്റർവെല്ലിന് പോകാൻ എന്ത് പോറാ 2 പീരീഡ് മാത്സ് പീരീഡ്. 2 പീരീഡ് അല്ലേ ഇനി മാത്സ് പീരീഡ് വരാൻ പോണം. 3 പീരീഡ് ഇനിയിപ്പോൾ മാത്സ് പീരീഡ്. എടാ മലയാളത്തിൻ്റെ സാറിന് ആബ്സെൻ്റ് അല്ലേ? ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടൊരു മലയാളം പീരീഡ് ഉണ്ട്. അതിന് വന്ന് ടീച്ചർ ക്ലാസ് എടുക്കും. ആ പീരീഡോടുകൂടെ എൻ്റെ ആറ്റൊക്കെ കരിയും. അയ്യോ സഹിക്കാം, പിന്നെ എന്ത് ചെയ്യാനാ. അയ്യോ അയ്യോ അയ്യോ. എടാ ഈ പീരീഡ് എന്തുവാ? ഈ പീരീഡോ? ഐ ടിയാ. ഐ ടി പീരീഡിന്ന് പ്രാക്ടിക്കലല്ലേ? പ്രാക്ടിക്കലിൽ നിന്ന് കൊണ്ടുപോകും. സാറാണെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്ത് ഗെയിം കളിക്കാനും സമ്മതിക്കും. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പീരീഡ് ഐ ടി പീരീഡാ. എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ സ്റ്റുഡൻസ്, ഐ ടി സാറിന് ലീവാ, നമുക്ക് മാത്സ് തന്നെ അങ്ങ് എടുത്തേക്കാം. എല്ലാവരും മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കൊക്കെ എടുത്തോ? ഈ പീരീഡ് മാത്സ് പീരീഡാ? എല്ലാവരും ഞാൻ ബോഡി എഴുതണം, നോട്ട് ചെയ്യണം. ഓക്കെ, ബെല്ലടിച്ചിട്ടോ. നിങ്ങൾക്ക് ഈ പീരീഡ് എന്തുവാണ്? കഥ
ഈ പീരീഡ് ഐ ടി പീരീഡ് ആണോ? ഡാ എന്താടാ എടാ, ഈ പീരീഡ് ഐ ടി പീരീഡാ, ഈ പീരീഡ് ഐ ടി പീരീഡാണെന്ന് ടീച്ചർ പിന്നെ എടുക്കും. എനിക്ക് ഇനി മാത്സ് ക്ലാസ് താങ്ങാനുള്ള ശേഷിയില്ലടാ. വേറെ ഏതെങ്കിലും ഒരു പീരീഡിൻ്റെ ടീച്ചർ വന്നിട്ടുണ്ടാ? നീ എവിടെയെങ്കിലും കണ്ടായിരുന്നാ? വേറെ ടീച്ചർ ആ, ഇംഗ്ലീഷ് സാറിനെ ഞാൻ കണ്ടായിരുന്നു. ഇംഗ്ലീഷാ? ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ്. ഈ പണ്ടാര മാത്സ് കഴിഞ്ഞ് വരും അയാളുടെ തൊടിഞ്ഞ് ഇംഗ്ലീഷ് കേൾക്കുന്നത്. ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ്, അത് പറയാം. എന്താ ആരുടെ പോയി നോക്കില്ലേ? പറ, ഇപ്പം എന്താ പീരീഡ്? എടാ വേഗം ഇംഗ്ലീഷ് എന്ന് പറ. ആ ടീച്ചർ ഇപ്പം ഐ ടി പീരീഡാണ്. തേഞ്ഞ്. ആഹാ, ഐ ടി പീരീഡാണ്. ആ സ്റ്റുഡൻസ്, അപ്പം എല്ലാവരും മാത്സ് ബുക്ക് ഒന്നും എടുത്ത് വെക്കണ്ട, അവിടെ തന്നെ അയച്ചോ, നമുക്ക് പഠിക്കാം. Don't forget to like, share and subscribe. എടാ 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 മോനെ മോനെ എടാ, എന്താണ് ഇതിന് പറ്റിയ? അത് അമിതമായി മാത്സ് ക്ലാസ് കൂടിയോണ്ടാ ടീച്ചർ. ഓ അങ്ങനെയാണോ? അന്ന് അവനോടെ കിടക്കട്ടെ, ബാക്കി ബോധമുള്ളവരെല്ലാം ക്ലാസ് കൂട്. ടീച്ചറെ 10 പേര് ടീച്ചറില്ലാത്തതുകൊണ്ട് ടീച്ചർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഓ അങ്ങനെയാണോ? എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. നീ എന്തിനാണ് എഴുന്നേറ്റ? നീ അമിതമായി മാത്സ് ക്ലാസ് കൂടി തറവാങ്ങിയല്ലേ? അല്ല, ടീച്ചർ പോകാൻ പോയല്ലേ, അപ്പം എൻ്റെ എനർജി മൊത്തം വന്നു ടീച്ചറെ. ഓ അതിന് ക്ലാസ് കഴിഞ്ഞ് 5 മണിക്ക് നീ എൻ്റെ ഇടയ്ക്ക് വരണം, നമുക്ക് ഒരുമിച്ചിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ക്ലാസ് കൂടാം. അപ്പോൾ എന്നിട്ട് നാളത്തെ ക്ലാസ്സിന് നീ തറയിറങ്ങി വീണോ? ഓക്കെ? അയ്യോ അയ്യോ അയ്യോ. ആ വീണോ? അന്നവിടെ കിടക്കട്ടെ. അപ്പോൾ സ്റ്റുഡൻസ്, താങ്ക് യു.